നമസ്കാരം. എൻ്റെ പേര് സതീഷ് കുമാർ. കുന്നിക്കോട് നിന്നാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ ഈ ദുരിത അവസ്ഥ മലനാട് ടി വിയിലൂടെ ജനഹൃദയങ്ങളിൽ എത്തിക്കുവാൻ ഞങ്ങളെ ആദ്യമായി സഹായിച്ചത് ഡോക്ടർ ബിജു അനന്തകൃഷ്ണൻ സാറാണ്. അദ്ദേഹം ഞങ്ങളുടെ അവസ്ഥ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മലനാട് ടി വിയിലെ ജയേഷ് സാറിനെ പരിചയപ്പെടുത്തിരിക്കുകയും ഞങ്ങളുടെ വാർത്തകൾ എടുക്കുവാൻ വിളിച്ച് സഹായിക്കുകയും ചെയ്തു. അപ്പോൾ ഈ വാർത്ത എല്ലാ പ്രേക്ഷകരിലേക്ക് എത്തിച്ച് ഞങ്ങളെ സഹായിച്ച മലനാട് ടി വിയുടെ എല്ലാ അംഗങ്ങൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഈ വാർത്ത കണ്ടിട്ട് ഉടനടി തന്നെ കാലതാമസം കൂടാതെ തന്നെ ഞങ്ങൾക്ക് ഉപജീവനത്തിന് വേണ്ടി ഒരു തയ്യൽ മെഷീൻ വാങ്ങിച്ചു തന്ന ആ അമ്മയ്ക്ക്, മീനാക്ഷി അമ്മയ്ക്കും മകൻ മഹേന്ദ്രനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും പ്രത്യേകം അറിയിക്കുന്നു. മലനാട് ടിവിയുടെ അടുത്തൊരു ന്യൂസ് ഇമ്പാക്ട്. ബൈക്ക് തമ്മിൽ കൂട്ടിയിടിച്ച് 2 വർഷം മുന്നെയാണ് സതീഷ് കുമാറിനും മകൾക്കും അപകടം നടക്കുന്നത്. വാടക വീട്ടിൽ താമസിച്ചു വരുന്ന ഈ കുടുംബം തുടർ ചികിത്സ നടത്താനോ ഭാര്യയായ ആര്യാദേവിക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനോ സാധിക്കാത്ത അവസ്ഥയായിരുന്നു. ഞങ്ങൾ അവരുടെ വീട് സന്ദർശിക്കുകയും ഈ നിർധന കുടുംബത്തിന്റെ അവസ്ഥ സംപ്രേഷണം ചെയ്യുകയും ചെയ്തിരുന്നു. ജൂൺ 26 ഒരു ബൈക്ക് അപകടം പറ്റിയാണ്. ഇതുവരെ നിരവധി സർജറികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച് നിരവധി സർജറികൾ കഴിച്ചിട്ടുണ്ട്. ഇതുവരെയും എനിക്ക് പരസഹായം കൂടാതെ നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ഈ 1.5 വർഷത്തോളം ആയപ്പോൾ കിട്ടാവുന്ന സഹായങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും കിട്ടി. ഇനി മുമ്പോട്ട് ആർക്കും സഹായം ജസ്റ്റ് സഹായം ചെയ്ത ഒരാൾ വീണ്ടും സഹായം ചെയ്യാൻ തയ്യാറാവത്തില്ലല്ലോ. എപ്പോഴത്തെയും പോലെ തന്നെ ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ മറ്റൊരു ഇമ്പാക്ട് കൂടിയാണിത്. സതീഷ് കുമാറിന്റെ ഭാര്യ ആര്യാദേവിക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നതിനായി ഒരു തയ്യൽ മെഷീനും ആവശ്യപ്പെട്ടിരുന്നു. ആ ആഗ്രഹം ഇപ്പോൾ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്. മലനാട് ടിവിയുടെ പ്രേക്ഷകയായ വൈക്കം സ്വദേശിനി മീനാക്ഷി അമ്മയാണ് തയ്യൽ മെഷീൻ നൽകാമെന്ന സഹായഹസ്തമായി ഞങ്ങളെ സമീപിച്ചത്. ആശാദേവിക്ക് വേണ്ടി ഈ സമ്മാനം കൊടുക്കുന്ന എത്തിയിരിക്കുന്ന മറ്റൊരു ദേവിയാണ്. അമ്മയുടെ പേരെന്താ? മീനാക്ഷി ദേവിയാണ് ഇപ്പം നമ്മളുള്ളത്. മകന് മഹേന്ദ്രൻ എന്നാണ് മകൻ്റെ പേര്. ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ സമ്മാനം ആശാദേവിക്ക് വേണ്ടി കൊടുക്കുവാൻ തന്നിട്ടുള്ളത്. അതങ്ങനെ തന്നെ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വേറെ ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല. അമ്മ ഒറ്റ വാക്കി തന്നെ പറഞ്ഞു, അവർക്ക് നല്ലത് വരട്ടെ, നല്ലത് ഭവിക്കട്ടെ. ഈ ഒരു തയ്യൽ മെഷീനിലൂടെ അവരുടെ കുടുംബത്തിന് ഒരു അടിസ്ഥാനം ഉണ്ടാകുകയും അതിലൂടെ വളർന്ന് അവരുടെ മനസ്സിൻ്റെ സന്തോഷം എത്തുവാനും ആ കുടുംബത്തിന് ഒരു നിത്യ ജീവിതത്തിലുള്ള വക ഉണ്ടാകട്ടെ എന്നുമാണ് അമ്മയുടെ പ്രാർത്ഥന. ഒരു നിർധന കുടുംബത്തിന് നമ്മളെ കൊണ്ട് കഴിയുന്നത്ര സഹായം നൽകുന്നതിലൂടെ അവർക്ക് ആശ്വാസമാകുകയാണെങ്കിൽ ഇതിൽ പരം എന്ത് പുണ്യമാണ് നമുക്ക് വേണ്ടത്. ഉറുകുന്ന ദേവീക്ഷേത്ര മഹോത്സവത്തിൽ ക്ഷേത്ര ഭാരവാഹികളായ PL സുധാകരൻ, V ശശികുമാർ, സന്തോഷ് ഉറുകുന്ന് എന്നിവരുടെ സാന്നിധ്യത്തിൽ മലനാട് TV മാനേജിംഗ് ഡയറക്ടർ R ജയേഷ് ആര്യാദേവിക്ക് തയ്യൽ മെഷീൻ കൈമാറി. സംപ്രേഷണം ചെയ്യുന്ന വാർത്തകൾ കണ്ട് സഹായ മനസ്സുമായി വരുന്ന ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഞങ്ങളോടൊപ്പം ജീവകാരുണ്യത്തിൽ പങ്കാളിയായി നമുക്ക് ഒറ്റക്കെട്ടായി സമൂഹത്തിൽ നന്മയുടെ വെളിച്ചം പകരാം. You are watching India's first NGO television, Malanad TV India.